നമസ്കാരം, പീസിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 228/2023 എന്ന കോഡില് ലബോറട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LD ക്ലർക്ക് എന്നതിന് വേണ്ടി ഒരു മെയിൻ എക്സാം നടന്നിരുന്നു. ആ എക്സാം ആണ് നമ്മൾ ഇന്നിവിടെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒത്തിരി ടോപ്പിക്കുകൾ ഇവിടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ ആണ്, ശരിയാണ്. ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്രയല്ല. ഖേദ സത്യാഗ്രഹം എവിടെയാണ്? ഗുജറാത്തിലാണ് നടന്നത്, അല്ലെ? ഖേദ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്താണ്. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്താണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാ? ഖേദ സത്യാഗ്രഹമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ്. ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്ക, ബംഗ്ലാദേശ്. ഓർത്തോളനെ, മുസ്ലിം ലീഗ് രൂപീകൃതമായത് എവിടെയാണ്? ധാക്ക. ധാക്ക എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. ഒന്ന് പൂനെയിലും മറ്റൊന്ന് അടയാറിലുമായിരുന്നു. പൂനെയില് ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് ബാലഗംഗാധര തിലകനും അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് ആനി ബസന്റുമാണ്. ഈ പോയിന്റ് ഉറപ്പായിട്ടും PSC ചോദിക്കും. ഒത്തിരി തവണ പ്രീവിയസ് ആയി ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ്. ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ്. ഒന്ന് പൂനെയാണ്. പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് ബാലഗംഗാധര തിലകനാണെങ്കിൽ അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാ? ആനി ബസന്റ് ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ബീഹാർ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ്. ഖേദ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഖേദ സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അരങ്ങേറിയ സംസ്ഥാനം അമൃതസർ, പഞ്ചാബ് ആണ്. ഓർത്തോളനെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അരങ്ങേറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആണ്. പഞ്ചാബിലെ അമൃതസറിൽ വെച്ചാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അരങ്ങേറുന്നത്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂരിലാണ് ചൗരി ചൗര സംഭവം അരങ്ങേറിയത്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂരിലാണ് ചൗരി ചൗര സംഭവം അരങ്ങേറിയത്. ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, തെറ്റാണ്. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാ സുഹൃത്തുക്കളെ? ശക്തൻ തമ്പുരാനായിരുന്നു, അല്ലെ? തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്, അല്ലാതെ മാർത്താണ്ഡവർമ്മയല്ല. അപ്പൊ ഒന്ന് തന്നെ അവിടെ തെറ്റായിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി, ശരിയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി, അതും ശരിയാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ പോയിന്റ് അല്ലാത്തത് ഏതാ? ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1729 മുതൽ 1758 വരെ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1729 മുതൽ 1758 വരെയാണ്. യഥാർത്ഥ നാമം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചോദിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം എന്താ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നായിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നും നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ അല്ലെങ്കിൽ രാജകുമാരൻ എന്നും ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് എന്നും അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നു. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ അല്ലെങ്കിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം ഏതായിരുന്നു? കൽക്കുളമായിരുന്നു. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1730 ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോടൊപ്പം കൂട്ടിച്ചേർത്ത വ്യക്തി മാർത്താണ്ഡവർമ്മയാണ്. അപ്പോ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം 1730 ആണ്. ഏത് വ്യക്തിയാണ് കൂട്ടിച്ചേർത്തത്? മാർത്താണ്ഡവർമ്മയാണ്.
ഉദയഗിരി കോട്ട പുതുക്കി പണിത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടന്റ് ആണ്. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1742 കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. 1742 കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കൊട്ടാരക്കര തിരുവിതാംകൂറുമായി ലയിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കരയെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ച ഭരണാധികാരി ആരാ? മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. 1750 ജനുവരി മാസം 3-ാം തീയതി തൃപ്പടിദാനമേത്ത ഒന്നാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. 1750 ജനുവരി 3-ന് ഒന്നാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാ സുഹൃത്തുക്കളെ? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരച്ചത് മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിംഗ് വരച്ചതാരെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയായിരുന്നു. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജമ്മിത്തം ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ഇമ്പോർട്ടന്റ് ആണ്. തിരുവിതാംകൂറിൽ ജമ്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയ രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓർക്കുക. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കുളച്ചൽ യുദ്ധം ജസ്റ്റ് ഒന്ന് നോക്കാം സുഹൃത്തുക്കളെ. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-ന്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായി മാറിയ വിദേശിയാരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായി മാറിയ വിദേശി ആരാണ്? ഡിലനോയി ആണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയി ആണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ. ഇമ്പോർട്ടന്റ് ആണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ എവിടെയാ? തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി 1.25 കോടി മലയാളികളാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി EMS നമ്പൂതിരിപ്പാട്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്, പഠിച്ചോളനെ. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം ഏതായിരുന്നു? അത് നീലേശ്വരമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം. ഭാഷാ അടിസ്ഥാനത്തിലെ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഐക്യ കേരള പ്രസ്ഥാനമായിരുന്നു. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവ അവതരിപ്പിച്ചത് EMSന്റെ കാലഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ EMSന്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയ അവതരിപ്പിച്ചത് എന്നായിരുന്നു? EMSന്റെ മന്ത്രിസഭയിലായിരുന്നു. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. EMSന്റെ ആത്മകഥ അറിയപ്പെടുന്ന പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം
ഒന്നാം കേരള മന്ത്രിസഭയിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും EMS ആണ്. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയ അവതരിപ്പിച്ചത് EMS ആണ്. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് EMSഉം പുസ്തകങ്ങളും. എന്താണ് EMSഉം പുസ്തകങ്ങളും? 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. ഇമ്പോർട്ടന്റ് ആണ്. കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. മൂലധനം മുഖപുര. മൂലധനം മുഖപുര. ഇതാണ് ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. EMSന്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, മൂലധനം മുഖപുര എന്നിവയാണ് പഠിക്കുന്നത്. ചോദ്യം: ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കേസരി ബാലഗംഗാധര തിലകൻ ശരിയാണ്. യങ് ഇന്ത്യ ആനി ബസന്റ് ആണോ? അല്ല. പിന്നെ ആരാ? ഗാന്ധിജിയാണ് യങ് ഇന്ത്യ പത്രം സ്ഥാപിച്ചത്. വോയിസ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഏതാണ്? ബി 1ഉം 3ഉം മാത്രമാണ്. യങ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ആരാ സുഹൃത്തുക്കളെ? ഗാന്ധിജിയാണ്. കേസരി പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നീ പത്രസ്ഥാപകരാരാണ്? മഹാത്മാഗാന്ധിയാണ്. കേസരി മറാത്ത പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. കേസരി മറാത്ത പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? സ്വാമി വിവേകാനന്ദനാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? അത് ആനി ബസന്റ് ആണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാ? മൗലാന മുഹമ്മദ് അലിയാണ്. ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. ശ്രദ്ധിക്കുക, ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് ആരൊക്കെയാ? GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. ആരാണ്? സുബ്ബറാവു പണ്ഡിറ്റ്. ഇങ്ങനെ 3 വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടാണ് ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത്. ഇതിൽ പറയുന്ന എല്ലാ പത്രവും PSC പ്രീവിയസ് ആയി ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പത്രങ്ങളും ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പത്രം പോലും നിങ്ങൾ വിട്ടിട്ട് പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC ഇപ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഉറപ്പായും ലഭിക്കും. ഒന്നുകൂടി പത്രങ്ങൾ പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നീ പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. സംവാദ് കൗമുദി, മിറത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാത്? GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നിവരാണ്. ഓർക്കുക. ബോംബെ ക്രോണിക്കിൾ പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്.
ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ആരാ? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. കർമ്മയോഗി പത്രം ആരംഭിച്ചത് അരബിന്ദോ ഘോഷാണ്. കർമ്മയോഗി പത്രം ആരംഭിച്ചത് അരബിന്ദോ ഘോഷാണ്. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരംഭിച്ചത് സുന്ദർ സിംഗ് ലാൽപുരിയാണ്. ഓർക്കുക, ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം ആരംഭിച്ചത് സുന്ദർ സിംഗ് ലാൽപുരിയാണ്. യുഗാന്തർ പത്രം ആരംഭിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തയും ചേർന്നാണ്. യുഗാന്തർ പത്രം ആരംഭിച്ചത് ആരൊക്കെയാണ്? ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തയും ചേർന്നിട്ടാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. കർമ്മയോഗി പത്രം ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്. ലീഡർ പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരംഭിച്ചത് സുന്ദർ സിംഗ് ലാൽപുരിയാണ്. യുഗാന്തർ പത്രം ആരംഭിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തയുമാണ്. ഓർക്കുക. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാളി ഹിന്ദു പാട്രിയറ്റ് പത്രങ്ങൾ ആരംഭിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. ഓർക്കുക, ബംഗാളി ഹിന്ദു പാട്രിയറ്റ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് അരബിന്ദോ ഘോഷും അതുപോലെ തന്നെ മാഡം ഭിക്കാജി ഗാമയും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്തോളനെ, വന്ദേ മാതരം എന്ന പത്രം രണ്ടു വ്യക്തിത്വങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ആരാ? അരബിന്ദോ ഘോഷും, മറ്റൊന്ന് മാഡം ഭിക്കാജി ഗാമയ്ക്കും എന്തുണ്ട്? വന്ദേ മാതരം എന്ന പേരിൽ ഒരു പത്രം ഉണ്ടായിരുന്നു. ഓർക്കുക. സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ശ്രദ്ധിച്ചോളനെ, സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ആരാ? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ബംഗാദർശൻ എന്ന പത്രം ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാദർശൻ എന്ന പത്രം ആരംഭിച്ചത് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ധ്യാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഗോപാൽ ഹരിദേശ് മുഖാണ്. ശ്രദ്ധിച്ചോളനെ, ധ്യാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഗോപാൽ ഹരിദേശ് മുഖാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാളി ഹിന്ദു പാട്രിയറ്റ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്. അതിനോടൊപ്പം ശ്രദ്ധിച്ചോളുക, മാഡം ഭിക്കാജി ഗാമയ്ക്കും വന്ദേ മാതരം എന്ന പേരിലൊരു പത്രം ഉണ്ടായിരുന്നു. സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ബംഗാ ദർശൻ എന്ന പത്രം ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ ധ്യാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ആരാ? ഗോപാൽ ഹരിദേശ് മുഖാണ്. ഓർക്കുക. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. ചെഗുവേരയുടെ പ്രശസ്തമായ വാക്കുകൾ, അതായത് ക്യൂബൻ വിപ്ലവ കാലത്തുണ്ടായിരുന്ന ചെഗുവേരയുടെ പ്രശസ്തമായ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. വിപ്ലവം എന്നത് പഴുത്ത ആപ്പിൾ പോലെ തനിയെ താഴെ വീഴുന്ന ഒന്നല്ല, അതിനെ വീഴ്ത്താൻ നിങ്ങൾ പ്രയത്നിക്കണം. ഫസ്റ്റ് എന്താ പറഞ്ഞത്? വിപ്ലവം എന്നത് പഴുത്ത ആപ്പിൾ പോലെ തനിയെ താഴെ വീഴുന്ന ഒന്നല്ല, അത് വീഴ്ത്താൻ നിങ്ങൾ പ്രയത്നിക്കണം. ഏതനീതിയും ലോകത്ത് എവിടെ നടന്നാലും അതിൽ കോപിക്കാൻ കഴിയണം, അതാണ് ഒരു വിപ്ലവകാരിയുടെ മനോഹരമായ ഗുണം. ഏത് അനീതിയും ലോകത്ത് എവിടെ നടന്നാലും അതിൽ കോപിക്കാൻ കഴിയണം, അതാണ് ഒരു വിപ്ലവകാരിയുടെ ഏറ്റവും മനോഹരമായ ഗുണം എന്ന് പറഞ്ഞത് ആരാ? ചെഗുവേരയാണ്. ഇനി വ്ളാഡിമർ ലെനിന്റെ വാക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. റഷ്യൻ വിപ്ലവ കാലത്തെ വ്ളാഡിമർ ലെനിന്റെ വാക്കുകൾ. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക, ഇങ്ങനെ പറഞ്ഞത് ആരാ? വ്ളാഡിമർ ലെനിനാണ്. പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞത് വ്ളാഡിമർ ലെനിനാണ്. ജനങ്ങൾക്ക് അപ്പം വേണം, സമാധാനം വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞത് വ്ളാഡിമർ ലെനിനാണ്. ജനങ്ങൾക്ക് അപ്പം വേണം, സമാധാനം വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞതും വ്ളാഡിമർ ലെനിനാണ്. ഏത് കാലഘട്ടത്തിലാ? റഷ്യൻ വിപ്ലവ കാലത്ത്. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് മാവോ സേ തുങ്ങിന്റെ വാക്കുകൾ. ചൈനീസ് വിപ്ലവ കാലത്തുള്ള മാവോ സേ തുങ്ങിന്റെ വാക്കുകൾ.
വിപ്ലവം ഒരു അത്താഴ വിരുന്നോ ലേഖനമെഴുത്തോ ചരിത്രരചനയോ അല്ല. അത് അത്രയും മികച്ചതും സൗമ്യവും മാന്യവുമാകാൻ കഴിയില്ല. വിപ്ലവം എന്നത് ഒരു വർഗം മറ്റൊരു വർഗത്തെ അട്ടിമറിക്കുന്ന ഒരു അക്രമ പ്രവർത്തനമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാ? മാവോ സേ തുങ് ആണ്. ഇങ്ങനെ പറയാനുണ്ടായ കാരണം ചൈനീസ് വിപ്ലവം. ഓക്കെയാണേ. അപ്പൊ ചൈനീസ് വിപ്ലവ കാലത്ത് മാവോ സേ തുങ്ങിന്റെ വാക്കെന്താ? വിപ്ലവം ഒരു അത്താഴ വിരുന്നോ ലേഖനമോ ചിത്രരചനയോ അല്ല. അത് അത്രയും മികച്ചതും സൗമ്യവും മാന്യവുമാകാൻ കഴിയില്ല. വിപ്ലവം എന്നത് ഒരു വർഗം മറ്റൊരു വർഗത്തെ അട്ടിമറിക്കുന്ന ഒരു അക്രമ പ്രവർത്തനമാണ്. ഇങ്ങനെ പറഞ്ഞതാരാ? മാവോ സേ തുങ് ആണ്. അതിനുള്ള സാഹചര്യം എന്താ? ചൈനീസ് വിപ്ലവമാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് വോൾട്ടയറിന്റെ വാക്കുകളാണ്. വോൾട്ടയറിനെ എല്ലാവർക്കും അറിയാം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഒരു ചിന്തകനായിരുന്നു വോൾട്ടയർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. ഞാൻ നിന്റെ വാക്കുകളോട് വിയോജിക്കുന്നു, പക്ഷേ നിനക്കത് പറയുവാനുള്ള അവകാശത്തിനു വേണ്ടി ഞാൻ മരണം വരെയും പോരാടും. ഞാൻ നിന്റെ വാക്കുകളോട് വിയോജിക്കുന്നു, പക്ഷേ നിനക്കത് പറയുവാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ മരണം വരെയും പോരാടും. ഇതാരുടെ വാക്കുകളാ? വോൾട്ടയറിന്റെ വാക്കുകളാണ്. വോൾട്ടയർ ഈ വാക്കുകൾ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമാണ്. ഓർക്കുക. അടുത്തതാണ് റൂസോയുടെ വാക്കുകൾ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ റൂസോ പറഞ്ഞതാണ്: മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എവിടെയും ചങ്ങലകളിലാണ്. ഇതാണ് ഇപ്പൊ ചോദിച്ചത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എവിടെയും ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞതാരാ? റൂസോയാണ്. ഇത് പറയുവാനുള്ള സാഹചര്യം എന്താ? ഫ്രഞ്ച് വിപ്ലവം. അടുത്തതാണ് തോമസ് ജെഫേഴ്സൺ. നമുക്കറിയാം തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ വിപ്ലവ കാലത്തെ തോമസ് ജെഫേഴ്സന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾ ഒരു സർക്കാരിന്റെ സമ്മാനമല്ല, മറിച്ച് നമ്മുടെ സ്രഷ്ടാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾ ഒരു സർക്കാരിന്റെ സമ്മാനമല്ല, മറിച്ച് നമ്മുടെ സ്രഷ്ടാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞതാരാ? തോമസ് ജെഫേഴ്സൺ ആണ്. പറയുവാനുണ്ടായ സാഹചര്യം അമേരിക്കൻ വിപ്ലവം. സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷത്തിന് കാലാകാലങ്ങളിൽ ദേശസ്നേഹികളുടെയും സ്വേച്ഛാധിപതികളുടെയും രക്തം കൊണ്ട് നനയ്ക്കപ്പെടണം. രണ്ടാമത്തെ വാക്കുകൾ എന്താ? സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷത്തിന് കാലാകാലങ്ങളിൽ ദേശസ്നേഹികളുടെയും സ്വേച്ഛാധിപതികളുടെയും രക്തം കൊണ്ട് നനയ്ക്കപ്പെടണം. ഇത് പറഞ്ഞതും ആരാ? തോമസ് ജെഫേഴ്സൺ ആണ്. കാരണം എന്താ? അമേരിക്കൻ വിപ്ലവം. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് ഫിഡിൽ കാസ്ട്രോയുടെ വാക്കുകളാണ്. അതായത് ക്യൂബൻ വിപ്ലവ സമയത്തുള്ള ഫിഡിൽ കാസ്ട്രോയുടെ വാക്കുകൾ. വിപ്ലവം പനിനീർ പൂക്കൾ വിതറിയ ഒരു പാതയല്ല. വിപ്ലവം എന്ന് പറയുന്നത് പനിനീർ പൂക്കൾ വിതറിയ ഒരു പാതയല്ല. ഇങ്ങനെ പറഞ്ഞത് ആരാ? ഫിഡിൽ കാസ്ട്രോയാണ്. എപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ക്യൂബൻ വിപ്ലവ സമയത്ത്. ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കും. ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കും. ഇത് പറഞ്ഞതും ആരാ? ഫിഡിൽ കാസ്ട്രോയാണ്. ഇത് പറയുവാനുള്ള സാഹചര്യം ക്യൂബൻ വിപ്ലവം. സാഹചര്യം കൂടി പഠിച്ചോളണേ, അങ്ങനെ PSC ചോദിക്കും കേട്ടോ. അപ്പൊ ക്യൂബൻ വിപ്ലവ കാലത്താണ് ഫിഡിൽ കാസ്ട്രോ വിപ്ലവം പനിനീർ പൂക്കൾ വിതറിയൊരു പാതയല്ലെന്നും ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുമെന്നും പറഞ്ഞത്. ജോർജ് ബ്യൂക്നർ. ഓരോ വിപ്ലവവും ശനിഗ്രഹത്തെ പോലെ അതിന്റെ സ്വന്തം കുട്ടികളെ വിഴുങ്ങുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജോർജ് ബ്യൂക്നർ ആണ് കേട്ടോ. ജോർജ് ബ്യൂക്നറിന്റെ വാക്കുകൾ എന്താണ്? ഓരോ വിപ്ലവവും ശനിഗ്രഹത്തെ പോലെ അതിന്റെ സ്വന്തം കുട്ടികളെ വിഴുങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആറാമത്തെ ചോദ്യം: 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു എന്നാണ് ചോദിച്ചത്. അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഉത്തരം എന്താ? ഓപ്ഷൻ സി, ചൈനയിൽ വെച്ചാണ് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2022 നടക്കാനിരുന്നത് കേട്ടോ. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2022 നടക്കാനിരുന്നത്. ഇതിന്റെ വേദിയായി തിരഞ്ഞെടുത്തത് ഹാങ്ഷു, ചൈനയാണ്. അപ്പൊ 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് ചോദിച്ചാൽ അത് ഹാങ്ഷു, ചൈനയായിരുന്നു. അത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. എന്നാൽ 2022 നടക്കേണ്ടിയിരുന്ന ഈ ഗെയിംസ് COVID-19 മഹാമാരി കാരണം 2023 മാറ്റിവെച്ചു. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ശ്രദ്ധിച്ചോളണേ, 2022 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത്. ഇത് എവിടെയാണ് നടക്കുവാൻ തീരുമാനിച്ചത്? ഹാങ്ഷു, ചൈനയിലായിരുന്നു. എന്നാൽ 2022 വന്ന COVID-19 കാരണം ഈ 2022 നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ഗെയിംസ് എന്ത് ചെയ്തു? 2023 മാറ്റപ്പെട്ടു. അത് 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടക്കുകയും ചെയ്തു. വേദിയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹാങ്ഷു, ചൈനയിലാണ് നടന്നത്. 20ാമത് ഏഷ്യൻ ഗെയിംസ് ഇനി 2026 നടക്കുവാൻ പോവുകയാണ്. അതിന്റെ വേദി ഐച്ചി പ്രീഫെക്ചറും നഗോയയുമാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ, 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുവാൻ പോകുന്നത്.
അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാല് ഐച്ചി പ്രീഫെക്ചറും നഗോയയുമാണ്. ഇത് രണ്ടും എവിടെയെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ്. 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുവാൻ പോകുന്ന തീയതി 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ആയിരിക്കും കേട്ടോ. 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഇപ്പോഴ് എന്ത് തീരുമാനിച്ചിരിക്കുന്നത്? 2026 ഏഷ്യൻ ഗെയിംസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് സുഹൃത്തുക്കൾ ഓർക്കുക. 21ാമത് ഏഷ്യൻ ഗെയിംസ് 2030. 21ാമത് ഏഷ്യൻ ഗെയിംസ് 2030 വേദി എവിടെയാണ്? ദോഹ, ഖത്തർ. 21ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാ? ദോഹ, ഖത്തറിലാണ്. 21ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന വർഷം എത്രയാ? 2030 ഇനി ഇതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാല് 2020 ഡിസംബർ 16 ഒമാനിലെ മസ്കറ്റിൽ നടന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ജനറൽ അസംബ്ലിയിലാണ് ദോഹയെ ആതിഥേയ നഗരമായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ അഥവാ OCA ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എല്ലാം നിശ്ചയിക്കുന്നത് ആരാ? OCA അഥവാ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ്. 22ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് റിയാദ്, സൗദി അറേബ്യ. വർഷം 2034 കേട്ടോ. 22ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് എവിടെയാ? റിയാദ്, സൗദി അറേബ്യയാണ്. 2034 ഇനി 22ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഇത്രയും വേദികൾ മാത്രമേ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, 21ാമത് ഏഷ്യൻ ഗെയിംസിന് ഏത് വർഷമാണ് നടക്കാൻ പോകുന്നത്? 2030 അതിന്റെ വേദി ദോഹ, ഖത്തറാണ്. ഇനി 22ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് 2034 ഇതിന്റെ വേദി റിയാദ്, സൗദി അറേബ്യയാണ്. 7ാമത്തെ ചോദ്യം, ചവറ കരിമണൽ നിക്ഷേപത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇൽമനൈറ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ചവറ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഏതാണ്? ചവറയാണ്. കേരള തീരപ്രദേശങ്ങളിൽ കാണുന്ന ഇന്ധനധാതു എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ള ഇമ്പോർട്ടന്റ് ആണ്. കേരള തീരപ്രദേശങ്ങളിൽ കാണുന്ന ഇന്ധനധാതു ഏതാ? ലിഗ്നൈറ്റ് ആണ്. കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും ഏറ്റവും കൂടുതൽ നിക്ഷേപം കാണപ്പെടുന്ന ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും ഏറ്റവും കൂടുതൽ നിക്ഷേപം കാണപ്പെടുന്ന ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ഇത് മൂന്നും കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതാ? കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ഇത് മൂന്നും കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ്. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴ. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ലിന് പ്രശസ്തമായ പ്രദേശം വാളയാർ. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ലുകൾക്ക് പ്രശസ്തമായ പ്രദേശം ഏതാ? വാളയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട് ജില്ല. പ്രീവിയസ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മൈനർ മിനറൽ എന്ന് ചോദിച്ചാൽ അത് ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മൈനർ മിനറൽ എന്ന് ചോദിച്ചാൽ അത് ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മേജർ മിനറൽ എന്ന് ചോദിച്ചാൽ അത് ചുണ്ണാമ്പ് കല്ലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മേജർ മിനറൽ ഏതെന്ന് ചോദിച്ചാൽ അത് ചുണ്ണാമ്പ് കല്ലാണ്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന പ്രദേശം കുണ്ടറ, കൊല്ലം ജില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലായി കണ്ടെത്തിയിരിക്കുന്ന പ്രദേശം ഏതാ? കുണ്ടറ, കൊല്ലം ജില്ല. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം നിലമ്പൂർ. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതാ? നിലമ്പൂർ. ചാലിയാറിന്റെ തീരത്താണ് കേട്ടോ. ഏതിന്റെയാണ്? ചാലിയാർ നദിയുടെ തീരത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിലമ്പൂരും ചാലിയാർ നദിയും സ്വർണ്ണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു ഇന്ധനമാണ് ലിഗ്നൈറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന ധാതു ഇന്ധനം ഏതാ? ലിഗ്നൈറ്റ് ആണ്. 8ാമത്തെ ചോദ്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര വാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ അഥവാ വിഷുവം സാധിക്കുന്നത് ഏത് മാസത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സെപ്റ്റംബർ മാസത്തിലാണ് കേട്ടോ. സെപ്റ്റംബർ മാസത്തിലാണ്
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ അഥവാ വിഷുവ സമയത്താണ് ഇത് സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ്. സീസൺസ് അല്ലെങ്കിൽ ഋതുക്കളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താ സുഹൃത്തുക്കളെ ഋതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഋതുക്കൾ എന്നാൽ സൗരോർജ്ജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്തമായ ഋതുക്കൾ എന്നറിയപ്പെടുന്നത്. സൗരോർജ്ജ ലഭ്യതയിലുള്ള അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേരാണ് ഋതുക്കൾ എന്നറിയപ്പെടുന്നത്. ഋതുക്കൾ അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും. ഇത് രണ്ടും പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഋതുക്കൾ അനുഭവപ്പെടുന്നതിന് കാരണം ചോദിച്ചാൽ ഭൂമിയുടെ പരിക്രമണവും അതിനോടൊപ്പം തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവുമാണ്. ഭൂമി സൂര്യനെ വലയം വെക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലാണ്. ഭൂമി സൂര്യനെ വലം വെക്കുന്നത് അല്ലെങ്കിൽ വലയം വെക്കുന്നത് എങ്ങനെയാണ്? ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപാതയിലാണ്, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അതായത് കൃത്യമായിട്ട് ദീർഘമല്ല, അതായത് കൃത്യമായിട്ടൊരു വൃത്തമല്ല, വശങ്ങൾ അല്പം നീളത്തിൽ വലിഞ്ഞിട്ടുള്ള ഒരു വൃത്താകൃതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ദീർഘവൃത്താകൃതി എന്ന് പറയുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോ അങ്ങനെ ഒരു വൃത്താകൃതിയിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്ന അല്ലെങ്കിൽ വലയം വെക്കുന്നതെന്ന് പഠിക്കുക. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് നമുക്ക് എല്ലാവർക്കും അറിയാം 23.5 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് എത്രയെന്ന് ചോദിച്ചാൽ അത് 23.5 ഡിഗ്രിയാണ്. എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഇനി PSC ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണെന്നുള്ളത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് ചോദിച്ചാൽ അത് 66.5 ഡിഗ്രിയാണ് കേട്ടോ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 66.5 ഡിഗ്രിയാണ്. എന്താ സുഹൃത്തുക്കളെ ഈ പരിക്രമണ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മുടെ സൂര്യന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ സെന്ററിലേക്ക് ഒരു ലൈൻ നീളത്തിന് വരയ്ക്കുവാണെന്ന് കരുതുക. സൂര്യന്റെ സെന്ററിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്ക് നീളത്തിനൊരു ലൈൻ വരയ്ക്കുവാണെന്ന് കരുതുക. ആ ലൈനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പരിക്രമണ തലം എന്ന് കേട്ടോ. ഇപ്പൊ മനസ്സിലായാലും എന്താണ് പരിക്രമണ തലം എന്ന്? സൂര്യന്റെ സെന്ററിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ സെന്ററിലോട്ട് നീളത്തിനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരിക്രമണ തലം എന്ന്. ഈ പരിക്രമണ തലവും നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സത്യത്തിൽ എന്തെന്ന്? നമ്മുടെ പരിക്രമണ തലത്തിലുള്ള ചരിവെന്ന് കേട്ടോ. അതായത് നമ്മുടെ പരിക്രമണ തലവും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ആക്സിൽ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ അച്ചുതണ്ടുണ്ടല്ലോ, ആ അച്ചുതണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവെന്ന് പറയുന്നത്. ഇത് 66 ഡിഗ്രിയാണ്. എത്രയാണ്? 66 ഡിഗ്രിയാണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ അച്ചുതണ്ടിന്റെ ചരിവ് അറിയാലോ 23.5 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയിൽ നിന്ന് നമ്മുടെ 23.5 ഡിഗ്രി അങ്ങ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും? 66.5 ഡിഗ്രി നമുക്ക് ലഭിക്കും. അങ്ങനെ വേണമെങ്കിലും സുഹൃത്തുക്കൾക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണെന്ന് അറിയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സുഖമായിട്ട് 90 ഡിഗ്രിയിൽ നിന്നും 23.5 ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ 66.5 ഡിഗ്രി ലഭിക്കും. അതാണ് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവെന്ന് അറിയപ്പെടുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. സൗരോർജ്ജ ലഭ്യതയുള്ള ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് വ്യത്യസ്ത ഋതുക്കളായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഋതുക്കൾ അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം ഭൂമിയുടെ പരിക്രമണവും അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപാതയിലാണ് അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെന്ന് നമുക്ക് പറയാം. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലുള്ള ചരിവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 66.5 ഡിഗ്രിയുമാണ്. പഠിക്കുക. സൂര്യൻ ഭൂമിയുമായി ഏറ്റവും അകലം കൂടിയത് അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അഭീലിയൻ. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം ഉണ്ടാകുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അബ്ഹീലിയൻ. ഇത്രയും നാൾ PSC അബ്ഹീലിയൻ ഏതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ചോദിക്കത്തില്ല. കൃത്യമായിട്ട് എടുത്ത് എന്ത് ചെയ്യും? ചോദിക്കും സൂര്യോച്ചം. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അബ്ഹീലിയൻ എന്ന്. എന്താണ് അബ്ഹീലിയൻ അഥവാ സൂര്യോച്ചം? ഇനി ഈ സൂര്യോച്ചം നടക്കുന്ന ഒരു പ്രത്യേക മാസത്തിലെ ഒരു ദിവസത്തിലായിരിക്കും ഈ സൂര്യോച്ചം ഉണ്ടാവുന്നത്. കാരണം ഭൂമി എന്താണ്? സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ കൃത്യമായിട്ട് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം മാക്സിമം ആവുന്നത് ഒരു ദിവസത്തിലായിരിക്കും. ആ ദിവസം ഏതെന്ന് ചോദിച്ചാൽ ജൂലൈ 4 കേട്ടോ. അപ്പോ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു വരുന്ന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈ 4 ഇല്ലെങ്കിൽ സൂര്യോച്ചം ഉണ്ടാവുന്നത് എന്നു ചോദിച്ചാൽ അത് ജൂലൈ 4 പഠിച്ചോളണേ. 2 പോയിന്റ് ആണ് പറഞ്ഞത് ഇവിടെ. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം എന്ന്, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയുന്നു അഫീലിയൻ എന്ന് വിളിക്കുന്നു. ഇനി സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു വരുന്ന ദിനം ഏതാണ്? ജൂലൈ 4. ഒരുപാട് PSC എക്സാമിന്, പ്രത്യേകിച്ച് LD എക്സാമിന് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകന്നു വരുന്ന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈ 4. ഇനി സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന ദിനം അറിയപ്പെടുന്ന പേരാണ് സൂര്യ സമീപകം. എന്താണ്? സൂര്യ സമീപകം. സൂര്യൻ ഭൂമിയോട് അടുത്തു വന്നു, അപ്പൊ അതിന് പറയുന്ന പേരെന്താണ്? സൂര്യ സമീപകം. അപ്പോ സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൂര്യ സമീപകം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവനെ എന്ത് പേരിലാണ് സുഹൃത്തുക്കളെ വിളിക്കുന്നത്? പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. ഇത് രണ്ടും പഠിച്ചോളണേ. ഇനി ഈ സൂര്യ സമീപകം ഉണ്ടാകുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പഠിച്ചോളണേ, അത് ജാനുവരി 3 കേട്ടോ. ജാനുവരി 3 സൂര്യ സമീപകം നടക്കുന്നത്. സൂര്യ സമീപക സമയം എന്ന് ചോദിച്ചാല് അത് ജാനുവരി 3 മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യ സമീപകം. സൂര്യൻ സമീപം വന്നു. ഓക്കെ ആണ്. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? പെരിഹീലിയൻ എന്ന് പറയുന്നു. എന്താണ്? പെരിഹീലിയൻ എന്ന് പറയുന്നു. ഇനി ഈ പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യ സമീപകം ഉണ്ടാകുന്ന ഡേറ്റ് എന്നാ സുഹൃത്തുക്കളെ? ജനുവരി 3 എന്നാണ്. ജനുവരി 3. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ഈ സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. പഠിച്ചോളണേ. സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പറയാം 14.7 കോടി കിലോമീറ്റർ. 14.7 കോടി കിലോമീറ്റർ. അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണെന്ന്. ശരാശരി അകലമാണ് കേട്ടോ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയെന്ന് ചോദിച്ചാൽ അത് 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം അറിയപ്പെടുന്ന പേരാണ് 15 കോടി. ഇതിന് നമ്മൾ മറ്റൊരു പേരിലാണ് പഠിക്കുന്നത് എന്നേ ഉള്ളൂ, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയും കേട്ടോ. എന്താണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്റർ ആണ്. ഇങ്ങനെ ഈ 15 കോടി കിലോമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു പോയിന്റ് കൂടെ പഠിച്ചേ. എന്താ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തെ വിളിക്കുന്ന പേരാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന്. ഇത് എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്? സൂര്യ സമീപകം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന സമയമാണ് സൂര്യ സമീപകം. സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഇനി ചോദിച്ചാൽ മറക്കല്ലേ, 147 ദശലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 14.7 കോടി കിലോമീറ്റർ ആയിരിക്കും. പഠിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, സൂര്യോച്ച സമയത്ത്. സൂര്യോച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം വരുന്ന സമയം. ഈ സൂര്യോച്ച സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 15.2 കോടി കിലോമീറ്റർ ആയിരിക്കും. മനസ്സിലായ സുഹൃത്തുക്കളെ? ഈ സൂര്യോച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനും ഭൂമിയും ഏറ്റവും അകന്നു വരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ സൂര്യന്റെയും ഭൂമിയുടെയും കൂടെ ഡിസ്റ്റൻസ് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അകലം അളന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര കാണും? അത് 15.2 കോടി കിലോമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചോളണം 152 ദശലക്ഷം കിലോമീറ്റർ എന്ന് പഠിക്കണം. 152 ദശലക്ഷ കിലോമീറ്റർ ആയിരിക്കും. പഠിക്കുക. ഭൂമിയിൽ ഋതുക്കളുടെ അനുഭവപ്പെടുവാനുള്ള കാരണം സൂര്യന്റെ അയനമാണ്. അതുകൂടെ പഠിച്ചോളണേ. ഭൂമിയില് ഋതുക്കൾ അനുഭവപ്പെടുവാനുള്ള കാരണം ചോദിച്ചാൽ ഇതുപോലുള്ള സൂര്യന്റെ അയനമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കൂടുന്ന സമയം അറിയപ്പെടുന്ന പേരാണ് സൂര്യോച്ചം അഥവാ അഫീലിയൻ. അഫീലിയൻ നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം ഉണ്ടാകുന്ന ദിവസം ചോദിച്ചാൽ അത് ജൂലൈ 4.
ഇനി നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന അവസരം അറിയപ്പെടുന്ന പേരാണ് സൂര്യ സമീപകം, അല്ലെങ്കിൽ അവനെ വിളിക്കും പെരിഹീലിയൻ എന്ന്. എന്താണ് പെരിഹീലിയൻ എന്ന? ഈ പെരിഹീലിയൻ ഉണ്ടാകുന്ന എന്നാ സുഹൃത്തുക്കളെ? ജനുവരി 3-നാണ് പെരിഹീലിയൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സൂര്യ സമീപക സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം നമ്മൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ അത് 147 ദശലക്ഷ കിലോമീറ്റർ ആയിരിക്കും, ഇല്ലെങ്കിൽ 14.7 കോടി കിലോമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ പോയിന്റ് ആണ്, അല്ലെങ്കിൽ PSCയുടെ പ്രീവിയസ് പോയിന്റ് ആണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഇതിന് നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കൂടിയ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേര് സൂര്യോച്ചം. ഈ സൂര്യോച്ചം ഉണ്ടാകുന്ന സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 152 ദശലക്ഷ കിലോമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 15.2 കോടി കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഭൂമിയിൽ ഋതുക്കൾ അനുഭവപ്പെടുവാനുള്ള കാരണം സൂര്യന്റെ അയനമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഈ സൂര്യന്റെ അയനം എന്നാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിൽ ഒരുപോലെ നിലനിർത്താൻ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് സൂര്യന്റെ അയനം എന്ന്. അപ്പോൾ എന്താ സൂര്യന്റെ അയനം എന്ന് ചോദിച്ചാല്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് പരിക്രമണ വേളയിൽ ഒരുപോലെ നിലനിർത്താനായിട്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കും എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് സൂര്യന്റെ അയനം എന്ന്. അപ്പൊ ഒന്നുകൂടി പറയാം, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിൽ ഒരുപോലെ നിലനിർത്താൻ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്കും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കിനും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പറയുന്ന പേരാണ് സൂര്യന്റെ അയനം എന്ന്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ടാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ സുഹൃത്തുക്കളെ? അത് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ കാര്യം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആക്സിയൽ ടിൽറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ചരിവ് എത്രയായാലും ശരി, നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്തിലെ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം എന്താ? എപ്പോഴും സൂര്യപ്രകാശം എവിടെ കിട്ടിക്കൊണ്ടിരിക്കും? ഭൂമധ്യരേഖയെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. എപ്പോഴും സൂര്യപ്രകാശം ഭൂമധ്യരേഖയെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഋതുഭേദങ്ങൾ എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് ഉഷ്ണമേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളിലൊന്നും അനുഭവപ്പെടാറില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ PSC എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാല്, വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായിട്ടായിരിക്കും പതിക്കുന്നത്. ഇതാണ് കേട്ടോ കാരണം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോഴാണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സുഹൃത്തുക്കളെ? നമ്മുടെ ഭൂമി ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഭൂമിയുടെ സെന്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂമധ്യരേഖ, അല്ലെങ്കിൽ ഇക്വിറ്റോർ എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പൊ ഇക്വിറ്റോർ അല്ലെങ്കിൽ ഈ ഭൂമധ്യരേഖ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മുടെ സൂര്യപ്രകാശം കൃത്യം ലംബമായിട്ട് പതിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇങ്ങനെ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലും അതുപോലെ തന്നെ ഉത്തരാർദ്ധഗോളത്തിലും എന്താണ് സൂര്യപ്രകാശം തുല്യമായ അളവിൽ ലഭിക്കുന്നത്. പഠിച്ചോളണേ. അപ്പോ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിട്ട് പ്രകാശം ലഭിക്കണമെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കണം? നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ട് വരണം. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ട് വരണമെന്ന് പഠിച്ചു വെക്കുക. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാകുന്ന 2 ദിവസങ്ങളുണ്ട്. മാർച്ച് 21 സെപ്റ്റംബർ 23. PSCയുടെ ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് പ്രത്യേകിച്ച് LD എക്സാമിന് ചോദിച്ചതാണ്. കഴിഞ്ഞ LD എക്സാമിനും കൃത്യമായിട്ട് ഈ പോയിന്റ് ചോദിച്ചിരുന്നു. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും അളവ്
തുല്യമാകുന്ന 2 ദിവസങ്ങളേ ഉള്ളൂ ഒരു വർഷത്തിൽ. ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമാകുന്ന ദിനങ്ങൾ ചോദിച്ചാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 മാർച്ച് 21 മുതൽ തെക്ക് നിന്നും വടക്കോട്ട് അയനം ചെയ്യുന്ന സൂര്യൻ ജൂൺ 21 ഉത്തരായന രേഖയുടെ മുകളിലെത്തുന്നു. ഈ ദിനം ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. മറക്കൽ. അപ്പോൾ എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് ചോദിച്ചാൽ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. വെറുതെ ഇരിക്കുന്ന സൂര്യൻ കൃത്യം മാർച്ച് 21 കഴിഞ്ഞതോടുകൂടി ഈ തെക്ക് വശത്ത് നിന്ന് എന്ത് ചെയ്യും? നേരെ, അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് നിന്ന് നേരെ എന്ത് ചെയ്യും? മുകളിലോട്ട് സഞ്ചരിച്ചു തുടങ്ങും. അതായത് വടക്കോട്ട് സഞ്ചരിച്ചു തുടങ്ങും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനമെന്ന്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിനം ജൂൺ 21 അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണ് കേട്ടോ. അത് പഠിച്ചോളണേ. അതായത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലോട്ട് ആര് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു? സൂര്യൻ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സൂര്യൻ യാത്ര ചെയ്ത് നേരെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് മുകളിലായിട്ട് വരുന്നു. ഇങ്ങനെ ഉത്തരായന രേഖയുടെ മുകളിലായിട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മാക്സിമം സൂര്യപ്രകാശം എവിടെ കൊള്ളും സുഹൃത്തുക്കളെ? ഉത്തരാർദ്ധഗോളത്തിൽ കൊള്ളും അല്ലെ. ഉത്തരാർദ്ധഗോളത്തിൽ മാക്സിമം സൂര്യപ്രകാശം അനുഭവപ്പെടും. ഇങ്ങനെ മാക്സിമം സൂര്യപ്രകാശം അനുഭവപ്പെട്ടാൽ എന്താ വരുന്ന പ്രശ്നം? അവിടെ ഒരു ദിവസത്തിന്റെ ഡേ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പകൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. രാത്രി എന്തായിരിക്കും? കുറവായിരിക്കും. ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് എന്നു ചോദിച്ചാൽ ജൂൺ 21 ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. ഉത്തരാർദ്ധഗോളത്തില് വസന്തകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ് കേട്ടോ. അതായത് നമ്മുടെ സൂര്യൻ മാർച്ച് 21 കഴിയുമ്പോൾ നേരെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുന്നെന്ന് കരുതുക. അങ്ങനെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുമല്ലേ അവിടെയൊക്കെ. അപ്പൊ ഉത്തരാർദ്ധത്തിലുള്ള സസ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? അങ്ങോട്ട് പൂക്കും. അപ്പോൾ വസന്തകാലം എന്ത് ചെയ്യും? ആരംഭിക്കും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലം ആരംഭിക്കുന്നത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. പഠിക്കുക. നമ്മൾ ഏതാ? ദക്ഷിണാർദ്ധഗോളമാണോ ഉത്തരാർദ്ധഗോളമാണോ സുഹൃത്തുക്കളെ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണോ ഉത്തരാർദ്ധഗോളത്തിലാണോ? അറിയുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഋതുവിന്റെ മാറ്റം എന്നറിയപ്പെടുന്നതാണ് വസന്തകാലം. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഋതുവിന്റെ മാറ്റം എന്നറിയപ്പെടുന്നതാണ് വസന്തകാലം. ശ്രദ്ധിച്ചോണേ. ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഋതുവിന്റെ മാറ്റം എന്നറിയപ്പെടുന്നത് വസന്തകാലമാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയുടെ പരമ്പരാഗത ഋതുക്കളാണ്. അതെന്താ സുഹൃത്തുക്കളെ? ഇന്ത്യക്ക് മാത്രം പ്രത്യേകിച്ച് ഋതുക്കളുണ്ടോ? ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പരമ്പരാഗതപരമായിട്ടുള്ള ഋതുക്കളുണ്ട്. സാധാരണ ലോകം മുഴുവൻ പറയുന്നത് 4 ഋതുക്കളാണ് കേട്ടോ. സാധാരണ ലോകത്ത് മുഴുവൻ 4 ഋതുക്കളെ ഉണ്ട് എങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് മാത്രം എത്ര ഋതുക്കളുണ്ട്? 6 ഋതുക്കളുണ്ട് കേട്ടോ. അത് നമ്മൾ പരമ്പരാഗത രീതിയിൽ പറയുന്നതാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലോകം മുഴുവൻ എത്ര ഋതുക്കളാ ഉള്ളത്? 4 ഋതുക്കളാണുള്ളത്. പക്ഷെ നമ്മുടെ ഇന്ത്യക്ക് മാത്രം എത്ര ഋതുക്കളുണ്ട്? 6 ഋതുക്കളുണ്ട്. അതായത് 2 ഋതുക്കൾ എക്സ്ട്രാ ഉണ്ട്. എന്താണ് അതിനുള്ള കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഋതുക്കളെ പൊതുവെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഋതുക്കളെ പൊതുവെ 4ആയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അന്തരീക്ഷ സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നു. അതായത് ഇന്ത്യയുടെ അന്തരീക്ഷ സ്ഥിതിക്ക് അനുസരിച്ച് വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നാമത്തെ പോയിന്റ് പറയാം. മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയിൽ വസന്തകാലമായിരിക്കും. മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യയില് വസന്തകാലമായിരിക്കും. നേരത്തെ അപ്പോ സുഹൃത്തുക്കൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? മാർച്ച് 21 മുതൽ എത്ര വരെയാണ്? ജൂൺ 21 വരെ അല്ലേ നമ്മുടെ വസന്തകാലമായിട്ട് പറഞ്ഞതെന്ന്. അത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ മുഴുവനാണ്. അല്ലാതെ ഇന്ത്യക്ക് മാത്രമായിട്ടല്ല കേട്ടോ. ഉത്തരാർദ്ധഗോളം മുഴുവൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ വസന്തകാലം എന്നറിയപ്പെടുന്നത് മാർച്ച് 21 ആരംഭിച്ച് എന്ന് തീരും ജൂൺ 21 അവസാനിക്കുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗത ഋതുക്കളിലേക്ക് വരുമ്പോൾ മാർച്ചിൽ ആരംഭിക്കുന്ന നമ്മുടെ വസന്തകാലം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവസാനിക്കും. മാർച്ചിൽ ആരംഭിക്കുന്ന വസന്തകാലം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവസാനിക്കും. ഇനി മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ ഗ്രീഷ്മകാലമായിരിക്കും. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ ഗ്രീഷ്മകാലമായിരിക്കും. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ എന്താണ്? ഗ്രീഷ്മകാലമായിരിക്കും. ജൂലൈ മുതൽ ആഗസ്റ്റ് മാസങ്ങൾ വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. നല്ല മഴ പെയ്യും കേട്ടോ.
ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും അല്ലെ സുഹൃത്തുക്കളെ? ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കും അല്ലെ? ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ വർഷകാലമായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ശരത്കാലമായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയില് ശരത്കാലമായിരിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയില് ഹേമന്തകാലമായിരിക്കും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയില് ഹേമന്തകാലമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയില് ശിശിരകാലമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയിലെ ശിശിരകാലമായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇന്ത്യയിലെ ശിശിരകാലമായിരിക്കും. ഇത് പഠിച്ചോളനെ, നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റിയ പോയിന്റ് ആണ് പറയുന്നത്. അപ്പോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യയിൽ വസന്തകാലമായിരിക്കും. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? മെയ് ആണല്ലേ? മെയ് മുതൽ ജൂൺ മാസം വരെ ഇന്ത്യയിലെ ഗ്രീഷ്മകാലമായിരിക്കും. ഇനി ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഏതാണ്? ജൂലൈ ആണ്. ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ എന്താണ്? വർഷകാലമായിരിക്കും. ഇനി ആഗസ്റ്റ് കഴിഞ്ഞ അടുത്ത മാസം ഏതാണ്? സെപ്റ്റംബർ ആണ്. അപ്പൊ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എന്തായിരിക്കും? ശരത്കാലമായിരിക്കും ഇന്ത്യയില്. ഒക്ടോബർ മാസം കഴിഞ്ഞു, പിന്നെ അടുത്ത ആരാ വരുന്നത്? നവംബർ മാസമാണ്. അപ്പൊ നവംബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ഹേമന്തകാലമായിരിക്കും. ഡിസംബർ പോയി പിന്നെ ആരാ വരുന്നത്? ജനുവരി ഫെബ്രുവരി ആണ്. അപ്പൊ ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആരാണ്? ശിശിരകാലമായിരിക്കും. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ജനുവരി മുതൽ ആരംഭിക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ ശിശിരകാലമായിരിക്കും ഇന്ത്യയില്. ഫെബ്രുവരി കഴിഞ്ഞു പോയി അടുത്ത ആരാ വരുന്ന? മാർച്ച് ആണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ വസന്തകാലമായിരിക്കും. ഏപ്രിൽ കഴിഞ്ഞു പോയി പിന്നെ ആരാ വരുന്ന? മെയ് ആണ്. മെയ് മുതൽ ജൂൺ വരെ ഗ്രീഷ്മകാലമായിരിക്കും. ജൂൺ കടന്നുപോയി പിന്നെ ആരാ വരുന്നത്? ജൂലൈ ആണ്. അപ്പൊ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ വർഷകാലമായിരിക്കും. ഓഗസ്റ്റ് കടന്നുപോയി പിന്നെ ആര് കയറി വരും? സെപ്റ്റംബർ വരും. അപ്പൊ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ എന്തായിരിക്കും? ശരത്കാലമായിരിക്കും. ഇനി ഒക്ടോബർ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? നവംബർ ആണ് വരുന്നത്. അപ്പോൾ നവംബർ മുതൽ ഡിസംബർ വരെ ഹേമന്തകാലവുമായിരിക്കും ഇന്ത്യയില്. പഠിച്ചോളുക, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. 9ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരം ഉത്തരാഖണ്ഡിന്റെയാണ് കേട്ടോ. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിന്റെയാണ്. അപ്പോൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പക്ഷിയോ അല്ലെന്നുണ്ടെങ്കിൽ മൃഗമോ ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. സംസ്ഥാനം, ഔദ്യോഗിക മൃഗം, ഔദ്യോഗിക പക്ഷി നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതലായിട്ടും ഔദ്യോഗിക മൃഗമോ ഔദ്യോഗിക പക്ഷിയോ ആണ് ചോദിക്കാൻ സാധ്യത. ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക മൃഗമാണ് കൃഷ്ണമൃഗം അല്ലെങ്കിൽ ബ്ലാക്ക് ബഗ് എന്ന് പറയും കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക മൃഗം കൃഷ്ണമൃഗം. ഔദ്യോഗിക പക്ഷി തത്തയാണ്. ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക പക്ഷി എന്താ? തത്തയാണ്. അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക മൃഗം മിഥുനാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. സ്റ്റാർ ഇട്ട് പഠിച്ചോളനെ. അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക മൃഗം മിഥുനാണ്. ഔദ്യോഗിക പക്ഷി ഏതാ? മലമുഴക്കി വേഴാമ്പലാണ്. ഇവിടെ നിന്ന് PSC ചോദിച്ച ചോദ്യം, കേരളം കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ് ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നത്? കേരളം കഴിഞ്ഞാൽ ഔദ്യോഗിക പക്ഷിയായി മലമുഴക്കി വേഴാമ്പലിനെ സെലക്ട് ചെയ്തേക്കുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ് ആണ്. ആസാമിന്റെ ഔദ്യോഗിക മൃഗമാണ് ഇന്ത്യൻ കാണ്ടാമൃഗം. പക്ഷിയാണ് വെള്ളിച്ചിറകൻ താറാവ്. ആസാമിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ കാണ്ടാമൃഗം. പക്ഷി ഏതാ? വെള്ളിച്ചിറകൻ താറാവാണ്. ബീഹാറിന്റെ ഔദ്യോഗിക മൃഗം കാട്ടുപോത്ത്. ഔദ്യോഗിക പക്ഷി അങ്ങാടിക്കുരുവിയാണ്. ബീഹാറിന്റെ ഔദ്യോഗിക മൃഗം കാട്ടുപോത്തും ഔദ്യോഗിക പക്ഷി അങ്ങാടിക്കുരുവിയുമാണ്. ഛത്തീസ്ഗഡിന്റെ ഔദ്യോഗിക മൃഗം കാട്ടെരുമയാണ്. ഔദ്യോഗിക പക്ഷി കുന്നിമൈനയാണ്. ഛത്തീസ്ഗഡിന്റെ ഔദ്യോഗിക മൃഗം കാട്ടെരുമയാണ്. ഔദ്യോഗിക പക്ഷി ചോദിച്ചാൽ കുന്നിമൈന അല്ലെങ്കിൽ ഹിൽമൈനയാണ്. ഗോവയുടെ ഔദ്യോഗിക മൃഗം കാട്ടുപോത്താണ്. ഔദ്യോഗിക പക്ഷി ബുൾബുള്ളാണ്. ഗോവയുടെ ഔദ്യോഗിക മൃഗം കാട്ടുപോത്താണ്. ഔദ്യോഗിക പക്ഷി ബുൾബുള്ളാണ്. ഗുജറാത്തിന്റെ ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹമാണ്. ഔദ്യോഗിക പക്ഷി വലിയ ഫ്ലെമിംഗോയാണ്. ഗുജറാത്തിന്റെ ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹമാണ്. ഗുജറാത്തിന്റെ ഔദ്യോഗിക പക്ഷി ചോദിച്ചാൽ വലിയ ഫ്ലെമിംഗോയാണ്. ഹരിയാനയുടെ ഔദ്യോഗിക മൃഗം കൃഷ്ണമൃഗമാണ്. ഔദ്യോഗിക പക്ഷി കരിങ്കോഴിയാണ്. ഹരിയാനയുടെ ഔദ്യോഗിക മൃഗം കൃഷ്ണമൃഗമാണ്. ഔദ്യോഗിക പക്ഷി കരിങ്കോഴിയാണ്. ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക മൃഗം ഹിമപ്പുലിയാണ്. ഔദ്യോഗിക പക്ഷി വെസ്റ്റേൺ ട്രാഗോപൻ ആണ്. ഓർത്തോളനെ. ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക മൃഗം ഹിമപ്പുലിയും ഔദ്യോഗിക പക്ഷി ഏതാ? വെസ്റ്റേൺ ട്രാഗോപൻ ആണ്. ജാർഖണ്ഡിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ആനയാണ്. ഔദ്യോഗിക പക്ഷി ഏഷ്യൻ കുയിലാണ്. ജാർഖണ്ഡിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ജാർഖണ്ഡിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ആനയാണ്. ഔദ്യോഗിക പക്ഷി ചോദിക്കുവാണെങ്കിൽ ഏഷ്യൻ കുയിലാണ്. കർണാടകത്തിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ആന തന്നെയാണ്. അതുപോലെ തന്നെ കർണാടകത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്
ഇന്ത്യൻ റോളർ ആണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കർണാടകത്തിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ്. കർണാടകത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റോളർ ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ആന തന്നെയാണ്. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് മലമുഴക്കി വേഴാമ്പലാണ്. ഇവിടെ നിന്ന് ഓർക്കാനുള്ളത് ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ആനയായിട്ടുള്ള സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ജാർഖണ്ഡ്, കർണാടക, കേരളം. ഓക്കെയാണ്. ഇന്ത്യൻ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ജാർഖണ്ഡ്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് ഭീമൻ മലയണ്ണാൻ. പ്രീവിയസ് ആണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം ഭീമൻ മലയണ്ണാനും ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് മഞ്ഞക്കാൽ പച്ചപ്രാവാണ്. യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ് കേട്ടോ. മഞ്ഞക്കാൽ പച്ചപ്രാവാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് സാങ്ഹായി ആണ്. മണിപ്പൂരിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഹ്യൂമിൻസ് ഫെസന്റ് ആണ്. മണിപ്പൂരിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്ന ഏതാണ്? ഹ്യൂമിൻസ് ഫെസന്റ് ആണ്. മേഘാലയയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് മേഘപ്പുലി അല്ലെങ്കിൽ ക്ലൗഡഡ് ലെപ്പേർഡ് ആണ് കേട്ടോ. മേഘാലയയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് മേഘപ്പുലി അഥവാ ക്ലൗഡഡ് ലെപ്പേർഡ് ആണ്. അതുപോലെ തന്നെ മേഘാലയയുടെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് കുന്നിമൈന തന്നെയാണ്. മേഘാലയയുടെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കുന്നിമൈന അല്ലെങ്കിൽ ഹിൽമൈനയാണ്. മിസോറാമിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ഹിമാലയൻ സെറോയാണ്. ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഹ്യൂമിനന്റ് ഫെസന്റ് തന്നെയാണ്. ഹ്യൂമിൻ ഫെസന്റ് തന്നെയാണ് മിസോറാമിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് അറിയപ്പെടുന്നത്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് മിഥുനാണ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ബൈസെന്റം ഡ്രാഗോപ്പൻ ആണ്. ഒഡീഷയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് സാമ്പാർമാനാണ്. ഒഡീഷയുടെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റോളർ ആണ്. ഒഡീഷയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് സാമ്പാർമാനാണ്. ഒഡീഷയുടെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റോളർ ആണ്. പഞ്ചാബിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് കരിമാനാണ്. പഞ്ചാബിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് പശ്ചിമ കോശാഖാണ്. ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് കരിമാനാണ്. പഞ്ചാബിന്റെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്നത് പശ്ചിമ ഗോശാഖാണ്. രാജസ്ഥാന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് രണ്ടു പേരുണ്ട്. ഒന്ന് ചിങ്കാര, മറ്റൊന്ന് എന്താണ്? ഒട്ടകമാണ്. ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ചിങ്കാരയും ഒട്ടകവുമാണ്. അതുപോലെ തന്നെ രാജസ്ഥാന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് വലിയ ഇന്ത്യൻ ബെസ്റ്റാർഡ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റാർഡ് ആണ് കേട്ടോ. എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബെസ്റ്റാർഡ് ആണ്. സിക്കിമിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ചുവന്ന പാണ്ട. പഠിച്ചോളണം ഇവിടെ വെച്ചങ്ങ്. സിക്കിമിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ചുവന്ന പാണ്ട. സിക്കിമിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ബ്ലഡ് ഫെസന്റ് ആണ്. സിക്കിമിന്റെ ഔദ്യോഗിക പക്ഷി എന്താ? ബ്ലഡ് ഫെസന്റ് ആണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് നീലഗിരി താറാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് നീലഗിരി താറാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് മരതക പ്രാവാണ്. ഇത് രണ്ടും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് മരതക പ്രാവാണ്. തെലുങ്കാനയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ചിങ്കാരയാണ്. തെലുങ്കാനയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ചിങ്കാരയാണ്. തെലുങ്കാനയുടെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റോളർ ആണ്. തെലുങ്കാനയുടെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റോളർ ആണ്. ത്രിപുരയുടെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ഫെറിന്റെ ഇലക്കുരങ്ങനാണ്. എന്താണ്? ഫെറിൻഡൻ ഇലക്കുരങ്ങനാണ്. അതുപോലെ ത്രിപുരയുടെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് പച്ചപ്രാവാണ്. ഗ്രീൻ ഇംപീരിയൽ പീജിയൻ എന്ന് പറയും. ഉത്തർപ്രദേശിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ബാരാസിംഹ. ഉത്തർപ്രദേശിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ബാരാസിംഹ. ഉത്തർപ്രദേശിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് സാരസ് കൊക്കാണ്. ഉത്തർപ്രദേശിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് സാരസ് കൊക്കാണ്. ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് ആൽപൈൻ കസ്തൂരിമാനാണ്. ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ഹിമാലയൻ മോണലാണ്. ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക പക്ഷി എന്താ? ഹിമാലയൻ മോണലാണ്. പശ്ചിമ ബംഗാളിന്റെ ഔദ്യോഗിക മൃഗം എന്നറിയപ്പെടുന്നത് മീൻ പിടിയൻ പൂച്ചയാണ് അല്ലെങ്കിൽ ഫിഷിംഗ് ക്യാറ്റ് ആണ് കേട്ടോ. പശ്ചിമ ബംഗാളിന്റെ ഔദ്യോഗിക മൃഗം ഏതാ? മീൻ പിടിയൻ പൂച്ച അഥവാ ഫിഷിംഗ് ക്യാറ്റ് ആണ്. അതുപോലെ പശ്ചിമ ബംഗാളിന്റെ ഔദ്യോഗിക പക്ഷി ഏതാ? വെളുത്ത കഴുത്തുള്ള പൊന്മാനാണ്. വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ ആണ് കേട്ടോ. അപ്പൊ പശ്ചിമ ബംഗാളിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്ത കഴുത്തുള്ള പൊന്മാനാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. അത് നിലവിൽ വന്ന വർഷമാണ് നമ്മൾ പറഞ്ഞത്
1986 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിലെ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. ബാലവേല തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1986. ബാലവേല തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1986. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് രൂപീകരിച്ച വർഷം 1986. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് രൂപീകരിച്ച വർഷം 1986. ഇതിലെ എല്ലാ ചോദ്യവും 10-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. ഒന്നുകൂടി പറയുവാണ്, നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1986. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഇതിൽ 1986 എന്ന് പറയുന്ന വർഷത്തിൽ നടന്ന മറ്റ് സംഭവങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവയെല്ലാം PSC 10-ൽ കൂടുതൽ തവണ ചോദിച്ചതാണ്. ഓക്കെ, നമുക്ക് അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം, ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം, ബാലവേല തടയൽ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം, ഉൾനാടൻ ജലഗതാഗത വകുപ്പ് രൂപീകരിച്ച വർഷം. ഇവയെല്ലാം ഒരൊറ്റ വർഷത്തിലാണ്, 1986. വർഷം എത്രയാണ്? 1986. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.